ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. അമ്പലത്തിലെ നെയ്തിച്ചോറ് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അമ്പലത്തിൽ വേവിച്ചെടുക്കുന്ന നെയ്തിച്ചോറ് കഴിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ ചോദിക്കും, അമ്പലത്തിൽ നിന്ന് തന്നെ കഴിക്കുന്നത് എന്തിനാണെന്നാണ്. കുട്ടികളുടെ സംശയം സ്വാഭാവികം തന്നെയാണ്. വിശപ്പ് മാറ്റാനാണെങ്കിൽ അമ്പലത്തിലെ നെയ്തിച്ചോറിന്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ നെയ്തിച്ചോറ് ഉണ്ണുക എന്നാൽ വിശപ്പിന് ഭക്ഷണം കഴിക്കുക എന്നല്ല, മറിച്ച് ഭഗവാന് നിവേദിച്ച അന്നം കഴിക്കുക എന്നതാണ് പ്രാധാന്യം. അതിലൂടെ ഭഗവത് പ്രീതി ലഭിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിൽ ഭഗവാന് നിവേദിക്കുന്ന അന്നത്തിന് പ്രത്യേകതകൾ നിരവധി അവകാശപ്പെടാനുണ്ട്. നെയ്തിച്ചോറിന് എടുക്കുന്ന അരിക്ക് പ്രത്യേകത എന്തെന്നാൽ ഉണക്കി കുത്തിയെടുത്ത തവിട് കളയാത്ത അരിയായിരിക്കും അത്. അതിനാൽ അതിൽ നിന്നും ഗുണങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കൂടാതെ അമ്പലത്തിൽ നെയ്തിച്ചോറ് തയ്യാറാക്കുന്നതും പ്രത്യേക പാത്രത്തിലാണ്. ഓട്ടുരുളിയിലായിരിക്കും അത് തയ്യാറാക്കുന്നത്. അലുമിനിയം പാത്രം പോലെ അപകടം തെളിയിച്ചിട്ടുള്ളതല്ല ഓട്. അതുകൊണ്ട് ആരോഗ്യത്തിന് അത് ഒരിക്കലും ദോഷം വരുത്തുന്നുമില്ല. നെയ്തിയും ഇളക്കുന്ന ചട്ടകമാകട്ടെ ഇരുമ്പോ ഓടോ ആയിരിക്കും. രണ്ടായാലും തെറ്റില്ല. ദോഷമില്ലെന്ന് മാത്രമല്ല, ഗുണമുണ്ട് താനും. ഇരുമ്പ് ചട്ടുകമാണെങ്കിൽ കൂടുതൽ ഗുണകരവുമാണ്. ഇരുമ്പിന്റെ അംശം നെയ്തിച്ചോറിൽ കലർന്നാൽ ഉണ്ടാകുന്ന ഗുണത്തെ ആധുനിക വൈദ്യശാസ്ത്രം ഏറെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈശ്വര സാമീപ്യം ഏറെ അനുഭവിക്കുന്നുവെന്നാണ് നെയ്തിച്ചോറിൽ നിന്നും ഭക്തന് ലഭിക്കുന്ന അനുഭൂതി. ഇതിനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞോട്ടെ, പക്ഷെ ഒന്നറിയുക, നെയ്തിച്ചോറിൽ വീഴുന്ന തുളസിയിലയുടെയും നെയ്യുടെയും ഔഷധ ഗുണത്തെ ആർക്കാണ് എതിർക്കാനാവുക? ഇതുകൊണ്ടാണ് നെയ്തിച്ചോറ് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നത്. താങ്ക്